ഹലോ, നമ്മളിന്നൊരു സിമ്പിൾ സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചതച്ച് വെച്ച കുരുമുളക്, പിന്നെ കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ നമുക്ക് ഒരു ഫ്രൈ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തൈരിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തൈരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയാബീൻ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് മാറ്റി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഇതിനെ പുരട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് കളർ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ഒന്നും കൂടി മുളക് പൊടി ആഡ് ചെയ്ത് നമ്മളൊന്ന് മൊത്തത്തിൽ പുരട്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അപ്പച്ചട്ടി എടുത്തേക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമുക്ക് യൂസ് ചെയ്യുള്ളൂ. വെച്ചാൽ അടിഭാഗം കുഴിഞ്ഞതായതുകൊണ്ട് അത്ര വെളിച്ചെണ്ണയിലേ ആവശ്യമുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ചായി ഇതിനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തമായി നമ്മളൊരു ഭയങ്കരമായിട്ട് കളർ മാറുന്നവരെ നമ്മൾ വെക്കുന്നില്ല. ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് മാറിയതാ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോ റൗണ്ടും ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട്. അവസാനം നമ്മളൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സോയാബീൻ ഫ്രൈ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.